Welcome to our channel. Now we are showing the Rajiv Gandhi Park Vijayawada second part. ഇവിടെ നമ്മൾ പൈനാപ്പിളിൻ്റെ ചെറിയ ചെടികൾ കാണാൻ പറ്റും. അതിനിടയ്ക്ക് ഒരു സ്ട്രീം ഉണ്ട്, ഇപ്പോൾ വെള്ളം ഒഴുകുന്നില്ല. അതുപോലെ മരത്തിൻ്റെ എല്ലാ ചുവട്ടിലും പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു നടപ്പാതയിലൂടെ അതിൻ്റെ രണ്ട് വശത്തും ചെടികൾ നന്നായിട്ട് വെട്ടി നിൽക്കുന്ന ഭാഗമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും കളിക്കാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. സ്ലൈഡിങ്, ജൈൻറ്റ് വീൽ അടക്കമുള്ള എല്ലാം ഉണ്ട് അവിടെ. അതുപോലെ ഒരു ഫൗണ്ടെയിൻ നമുക്കിവിടെ കാണാം. ഡിനോസിൻ്റെ ഒരു വലിയ സ്റ്റാച്ചു നമുക്കിവിടെ കാണാം. അതിൻ്റെ രണ്ട് സൈഡിലും ചെടികളും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇലച്ചെടികൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് ആദ്യം കണ്ടപ്പോൾ ഇലച്ചെടിയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ട് ഫ്ലവർ കാണുന്നുണ്ട്. ഫ്ലവർ വരുന്നതേ ഉള്ളൂ. ആ ഫ്ലവർ വന്നാൽ കാണാൻ നല്ല രസമായിരിക്കും. അത് വളരെ കൂട്ടമായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ബുള്ളക്കാട്ട് നമുക്ക് കാണാം. അതിൻ്റെ പുറകിലും അനേകം ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കൂണിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അവിടെ നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള വളരെ സൗകര്യമുണ്ട്. ഈ മോഡൽ ഒത്തിരി മോഡൽസ്, ഡിസൈനൊക്കെ നമുക്ക് ഈ പാർക്കിനുള്ളിൽ കാണാം. ഇതിന് ചുറ്റും മരങ്ങൾ ലൈനായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസമാണ്. ഇവിടെ വരുന്നവർക്ക് ഇതെല്ലാം കണ്ട് എൻജോയ് ചെയ്യാനുള്ള നല്ല അവസരമാണ്. ഇവിടെ ഒരു മനുഷ്യന്റെ രൂപം കാണാൻ പറ്റും. ആ മനുഷ്യന്റെ തല താന്നിരിക്കുകയും വളരെ നിരാശനായിട്ടിരിക്കുന്ന രൂപയുടെ സ്റ്റാച്ചു അവിടെ കാണുന്നത്. ഇതൊരു ഇലച്ചെടിയാണ് അല്ലേ? ഇലച്ചെടിയാണ്. ഇവിടെ ഒരു പോണ്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ വാട്ടർ ഡാൻസ് മ്യൂസിക് വെച്ചിട്ടില്ല. അതിൻ്റെ ചുറ്റും റോസ് ചെടികളും ഇലച്ചെടികളും വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അതിന് ചുറ്റും കസേരകളൊക്കെ ചെയറൊക്കെ ഉണ്ട്. ഇതാണ് ബോൺസായി ഗാർഡൻ. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ബോൺസായി ഗാർഡനാണ്. ഇതിൻ്റെ ഒരു ഭാഗത്ത് ബോൺസായി ഗാർഡനാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു വലിയ ആമയുടെ സ്റ്റാച്ചു, അത് കാണാൻ നല്ല മനോഹരമാണ്. ഈ ബോൺസായി ഒരു ചെറിയ അലങ്കാരമാണ്. വലിയ മരങ്ങളെ ചെറുതായി വളർത്തുന്ന ഒരു ജാപ്പനീസ് കലാരൂപമാണ് ബോൺസായി. ഈ മരങ്ങൾ ചെറിയ പാത്രങ്ങളിൽ വളർത്തുകയും പ്രത്യേകമായി മുറിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ മരങ്ങൾ വീടുകളിലും തോട്ടങ്ങളിൽ അലങ്കാരത്തിനായി ഉപയോഗിക്കുന്നു. ശരിയായ പരിചരണം ആവശ്യമാണ്. എ ബോൺസായി ട്രീ ഈസ് എ സ്മോൾ ട്രീ ഗ്രോൺ ഇൻ എ പോട്ട് ആസ് എ ഡെക്കോറേറ്റീവ് പ്ലാന്റ്. It is a special art that started in Japan, where large trees are carefully grown in a miniature form. These trees are shaped and pruned regularly to keep them small and beautiful. Growing a bonsai tree requires patience, care, and regular maintenance. ഇതെല്ലാം വളരെ പഴക്കം ചെന്ന മരങ്ങളാണ്. ഇവിടെ ഒരു ബോഗൻവില്ല കൂടെ ഉണ്ടല്ലേ? ബോഗൻവില്ല ഉണ്ട്. അതിന്റെ ഇലകൾ മുറിച്ച് തണ്ടുകൾ മുറിച്ചിട്ട് ഷേപ്പായി നിർത്തുന്നുണ്ടാണ്. പക്ഷെ ഇത് ഒത്തിരി വർഷം പഴക്കമുള്ളതാണല്ലേ? അതിന്റെ റൂട്ടൊക്കെ നമുക്ക് കാണാം. വളരെ പഴക്കം ചെയ്യുന്നതാണ്. ഈ കാണുന്നതാണ് ആൽമരം, ബനിയൻ ട്രീ എന്നൊക്കെ പറയും. സാധാരണ നമ്മൾ കാണുന്ന ബനിയൻ ട്രീക്ക് ഒത്തിരി ഏരിയ ഉണ്ട്. പക്ഷെ ഇവിടെ നോക്കി ഒരു ചെറിയ ചെടിച്ചട്ടിലാണ് ഈ ബനിയൻ ട്രീ നമ്മൾ കാണുന്നത്. ബോൺസായി എല്ലാം അതുപോലെ ഒരു ചെറിയ ചട്ടിക്കകത്താണ്. ഇപ്പൊ ചില വീടുകളിൽ ഇത് തോട്ടങ്ങളിലും മുറ്റങ്ങളിലും ഒക്കെ വെക്കുന്നുണ്ടല്ലേ ദിവസ? വീടിനുള്ളിലും ഉണ്ട്. ഇപ്പൊ തെങ്ങുകളും അങ്ങനെ ആക്കുന്നുണ്ട്. തെങ്ങുകൾ അങ്ങനെ ആക്കുന്നുണ്ട്. ഇത് നല്ല പരിചരണം വേണം. ദിവസവും അതിന് പരിചരണം വേണം. അതിന് വെള്ളം ഒഴിക്കണം. ഇത് നമ്മുടെ നാട്ടിലെ കവുങ്ങിന്റെ രൂപത്തിലുള്ള ഒരു ചെടിയാണ്. കുള്ളം കവുങ്ങ് പോലെ ഇരിക്കും. പക്ഷെ കവുങ്ങല്ല. ഇവിടെ ഒരു റോസ് ഗാർഡൻ ആണ് ഈ കാണുന്നത്. പക്ഷെ ഫ്ലവർ കുറവാ. അതിന്റെ നടുക്ക് മുഴുവൻ റോസ് പ്ലാന്റാ. ഈ കാണുന്നതാണ് ഉള്ളിച്ചെടി പോലെ ഇരിക്കും. ഇതിന്റെ പേരെന്താന്ന് അറിയത്തില്ല. ഫ്ലവർ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരുന്നതേ ഉള്ളൂ. ഈ
ഈ കവുങ്ങ് മരമാണല്ലോ കൂടുതൽ ഇവിടെ ഈ സൈഡിലുള്ളത്, ഈ ബോൺസായി മരത്തിൻ്റെ കൂടെ. ഇതിന് രണ്ട് സൈഡിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഉം. ഇവിടെ കണ്ട വളരെ പഴക്കം ചെന്ന റൂട്ട്, അവിടുത്തെ എത്ര മരമാന്ന് നോക്കി. 3-4 എണ്ണം ഉണ്ട്. 3-4 ഉണ്ട്. എൻ്റെ റൂട്ട് നോക്കി എന്ത് പഴക്കം ചെന്നതാ. ഇതും ബോൺസായി ആണോ അപ്പം? ബോൺസായി ആണോന്ന് അറിയത്തില്ല, പക്ഷെ അതിൻ്റെ അപ്പുറത്തെ കണ്ടതെല്ലാം ബോൺസായി ചെടിച്ചട്ടിക്കാതാ. ഇത് നിലത്ത് വെച്ച് അതെ അതെ, ഇത് പിടിപ്പിച്ചേക്കുവല്ലേ. ബോൺസായി അല്ല അന്നേരം അല്ലേ? ബോൺസായി അല്ല. ഇവിടെ എല്ലാം റോസ് റോസ് പ്ലാന്റ് ഉണ്ട്. റോസ് ഗാർഡൻ ഇവിടം വരെ ഉണ്ട്, പക്ഷെ ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട്. ഫ്ലവറിൻ്റെ കാണാൻ നല്ല രസമായിരിക്കും. ഇവിടെ നമുക്കൊരു സ്റ്റാച്ചു കാണാം, കൗനന്ദിനി. കൗനന്ദിനി. ഇവിടെ ഇത് കണ്ടോ അപ്പം, ഇത് ചെമ്പകമാണ്, ചുമന്ന അല്ല, ഒരു വയലറ്റ് കളർ ചെമ്പകം. ഇത് ഇവിടുത്തെ അമ്പലങ്ങളിൽ പൂജയ്ക്കായിട്ട് ഇവർ ധാരാളം ഉപയോഗിക്കുന്നതാണിത്. അതെ അതെ അതെ. നമ്മുടെ നാട്ടിൽ വെള്ളച്ചെമ്പകം ഉണ്ടല്ലേ, നാട്ടിലുണ്ടായിരിക്കും അല്ലേ ഈ ചെമ്പകം? ഞാൻ വെള്ളം കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡിലും കണ്ടോ, 2 സൈഡിലും ഈ കവുങ്ങ് മരങ്ങളാണ് വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. അതുപോലെ ഇരിക്കാനുള്ള, എല്ലായിടത്തും ഇരിക്കാനുള്ള സീറ്റും ഉണ്ട്. എല്ലാം നല്ല നല്ല രീതിയിൽ വെട്ടി വൃത്തിയാക്കി. അത് ദിവസം പരിചരിക്കുന്നുണ്ട് ഇത്ര നീറ്റായിട്ടിരിക്കുന്നത്. അതുപോലെ എന്നും ഒരു വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ പ്ലാന്റ്സ് ആണ് വെച്ച് പിടിപ്പിച്ചാണ്. ഇവിടെ ഒരു മയിലിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. നമുക്ക് ഇവിടേക്ക് വന്ന് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള എല്ലാ സൗകര്യമുണ്ട്. ഇത് കാണാൻ നല്ല രസമാണ്. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് കാണാം കുട്ടികൾക്ക് മുതിർത്ത് കളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം, ഒരു നെറ്റ് ഇട്ട സ്റ്റേഡിയം അല്ല, ഒരു ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഒരു പയ്യൻ, ഒരു ചെറുപ്രായക്കാരൻ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഇവിടെ കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നൈറ്റായി തുടങ്ങി, ലൈറ്റുകളൊക്കെ ഓൺ ചെയ്ത് നൈറ്റ് വ്യൂ കാണാൻ നല്ല രസമാണ്. ജയന്റ് വീലും അടക്കമുള്ള പലതും ഇവിടെ ഉണ്ട്. പിന്നെ ഏറ്റവും മനോഹരമായ ടോയ് ട്രെയിനാണ് ഈ പാർക്കിൻ്റെ ഏറ്റവും പ്രത്യേകത. നമുക്ക് ടിക്കറ്റ് എടുത്ത് ഇതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പാർക്കിൻ്റെ ഉള്ളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ട്രാക്ക് ഒന്ന് കാണിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ആ ഓവർ ബ്രിഡ്ജ് കയറിയപ്പോൾ അതിൻ്റെ ട്രാക്ക് കാണിച്ചായിരുന്നു. ആ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ ഈ ട്രെയിൻ പോകും. ഇതിലൂടെ യാത്ര നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ സാധിക്കും. അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങോട്ട് വരും അല്ലേ സാർ? വളരെ പതുക്കെയാണ് പോണേ. ആൾക്കാർക്ക് 2 സൈഡിലും കണ്ട് ആസ്വദിച്ച് പോകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഞങ്ങൾ റെസ്റ്റ് എടുക്കുവാണ്. കുറച്ച് സ്നാക്സും ഐസ്ക്രീമും ഒക്കെ മേടിച്ചിരിക്കുവാണ്. ഓക്കെ, ബൈ.